രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കിടക്കാനായിട്ട് തോന്നുക. ചെറിയൊരു ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ക്ഷീണം, അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലും ശരീരത്തിൽ ഒരു എനർജി കിട്ടുന്നില്ല എന്നിങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ടല്ലേ. അപ്പൊ പലരും വിചാരിക്കും ഇത് വിറ്റമിൻസിന്റെ കുറവ് കൊണ്ടൊക്കെയാണെന്ന് വിചാരിച്ച് തള്ളിക്കളയുന്നവരുണ്ട്. പക്ഷെ സയൻസ് പറയുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മൾക്ക് ഇത്തരത്തില് ക്ഷീണം ഉണ്ടാകുന്നത് എന്നാണ്. പക്ഷെ ക്ഷീണം ഒരു രോഗമല്ല കേട്ടോ. നമ്മുടെ ശരീരത്തിൽ എന്തോ ചെറിയ കാര്യങ്ങൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് ശരീരം നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്ന കുറച്ച് മുന്നറിയിപ്പും കൂടിയാണ് ഈ ഒരു കാര്യം. റിസർച്ച് പ്രകാരം ഏകദേശം ഒരു 20 മുതൽ 40% ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഫേസിൽ ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ക്ഷീണം അനുഭവിക്കുന്നവരും കൂടി ഉണ്ട്. പക്ഷെ എന്താണ് കാരണം എന്ന് പലർക്കും മനസ്സിലാവാറില്ല. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ 3 പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാരണമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ. രണ്ടാമത്തെയാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ. മൂന്നാമത്തെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. ഈ പറയുന്ന 3 കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്ഷീണം ഉണ്ടാകുന്നതും കൂടിയാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാരണത്തിൽ എന്തുകൊണ്ടാണ് ക്ഷീണം മാറാത്തത്. അതുപോലെ വീഡിയോയുടെ അവസാനം ഞാനൊരു ടിപ്പും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഇതിനെ ഓവർകം ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഒരു ക്ഷീണം ഉണ്ടാകാനുള്ള ആദ്യത്തെ ഒരു കാരണം നോക്കി കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന കുറച്ച് ചേഞ്ചസ്, ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ എനർജി കിട്ടുക അല്ലെ. പക്ഷെ ഭക്ഷണം മാത്രം പോലും നമ്മുടെ ശരീരത്തിൽ എനർജി കിട്ടാനായിട്ട്. ആദ്യത്തെ ഒരു കാര്യമാണ് ഉറക്കം. റിസർച്ച് സ്റ്റഡീസ് പറയുന്നത് ഒരു 7 മണിക്കൂർ ഉണ്ടല്ലോ, 7 മണിക്കൂറിന് താഴെ ഉറങ്ങുന്ന ഒരു വ്യക്തി, അതും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്ഷീണം തോന്നാനും, കോൺസെൻട്രേഷൻ വളരെയധികം പുവർ ആകാനും, ഇമ്മ്യൂൺ ഫംഗ്ഷൻ നന്നായിട്ട് കുറഞ്ഞു വരാനും, ഹോർമോണൽ ഇംബാലൻസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ? ചില ആളുകളുണ്ട് 8 മണിക്കൂർ ഉറങ്ങും, പക്ഷെ എന്നാലും അവർക്ക് ക്ഷീണം ഉണ്ടാകും. അതെന്തുകൊണ്ടാണ്? ക്വാളിറ്റി നല്ല രീതിയിൽ കിട്ടാത്തത് കൊണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് ചിലവരിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ കൂർക്കം നന്നായിട്ട് വലിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ കുറച്ചു നേരം ഉറങ്ങും, പെട്ടെന്ന് എണീക്കും, വീണ്ടും ഉറങ്ങും, വീണ്ടും എണീക്കും. അതായത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു സ്ലീപ്പ് കിട്ടാത്തത് കൊണ്ടും ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്പയറിംഗ് നടക്കാതെ അങ്ങനെയും ക്ഷീണം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഈ ലൈഫ് സ്റ്റൈൽ ഫാക്ടറിൽ വരുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ് അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് നന്നായിട്ട് കഴിക്കുക. അതായത് ഈ വെളുത്ത ബ്രെഡ്, അതായത് വൈറ്റ് ബ്രെഡ് പോലെയുള്ള കാര്യങ്ങൾ, ബിസ്ക്കറ്റ്, ബേക്കറി ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാകാന്ന് അറിയൂ? നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗറിന്റെ സ്പൈക്ക് പെട്ടെന്നൊരു പീക്ക് ലെവലിലേക്ക് പോകും. ഇതിലൂടെ നമ്മുടെ രക്തത്തിൽ ഇൻസുലിന്റെ അളവ് നന്നായിട്ട് സ്പൈക്ക് ആവും. ഇതേ സ്പീഡിൽ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ നന്നായിട്ട് ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഒരു ഉറക്കം വരുന്നത് പോലെ തോന്നും. അതായത് എനർജി നന്നായിട്ട് ഡൗൺ ആയിട്ട് വരുന്നത് പോലെ തോന്നും. അത് ഈ ബ്ലഡ് ഷുഗർ സ്പൈക്ക് പെട്ടെന്ന് താഴെ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ എനർജി പോകാനുള്ള ഒരു വലിയൊരു ചാൻസസും കൂടി ഉണ്ട്. മൂന്നാമത്തെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സസൈസ് തീരെ ചെയ്യുന്നില്ല. ഈ എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു റിപ്പയറിംഗ് മോഡ് ശരീരത്തിൽ ശരിക്കും നടക്കാത്തത് കൊണ്ടും ക്ഷീണം ഒരു കോമൺ ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്, അറ്റ്ലീസ്റ്റ് നമുക്ക് ജിമ്മിലൊന്നും പോകാൻ നേരമില്ല, വലിയ വലിയ എക്സസൈസ് ഒന്നും ചെയ്യാൻ നേരില്ലെങ്കിലും ഒരു 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ നടക്കാനായിട്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ബോഡീനെ ആക്റ്റീവ് ആക്കിയിട്ട് വെക്കാനായിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ രണ്ടാമത്തെ ഒരു കാരണമാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ. ഇതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണം കേട്ടോ. അതിൽ വരുന്ന ഒന്നാമത്തെ ഒരു കാറ്റഗറിയാണ് അനീമിക് കണ്ടീഷൻ. ശരീരത്തിൽ ഹീമോഗ്ലോബിൻ, ബ്ലഡിന്റെ അളവ് നന്നായിട്ട് കുറഞ്ഞു വരിക. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ഉണ്ടല്ലോ, ഓക്സിജൻ എത്തിക്കുന്നത് ഈ ഹീമോഗ്ലോബിൻ വഴിയാണ്. അപ്പൊ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന സമയത്ത് ശരീരത്തിലേക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഓക്സിജൻ സപ്ലൈ കിട്ടാതെ വരുമ്പോൾ അങ്ങനെ നമുക്ക് ശരീരത്തിൽ മൊത്തത്തിൽ ഒരു ക്ഷീണം നന്നായിട്ട് തോന്നുന്നത് പോലെ ഫീൽ ചെയ്യും. ഇത് കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നത് ആരാന്നറിയോ? ഈ കൂടുതലായിട്ട് പീരീഡ്സിന്റെ സമയത്ത് ബ്ലഡ് ഒക്കെ പോകുന്നവര്, പ്രഗ്നൻസി കണ്ടീഷൻ, അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഫേസ് ചെയ്യുന്നവർക്ക് ഈ ഒരു കംപ്ലൈന്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. രണ്ടാമത്തെ ഒരു കാരണം നോക്കി കഴിഞ്ഞാൽ തൈറോയിഡ്, കൂടുതലായിട്ടും ഹൈപ്പോ തൈറോയിഡിസം ഫേസ് ചെയ്യുന്നവര്. ഈ ഹൈപ്പോ തൈറോയിഡിസം ഒക്കെ ഫേസ് ചെയ്യുന്നവരുടെ മെറ്റബോളിസം വളരെ സ്ലോ ആവും. മെറ്റബോളിസം സ്ലോ ആവും, മറ്റു പല അവയവങ്ങളുടെ പ്രവർത്തനം വളരെയധികം മന്ദഗതിയിലായിരിക്കും ഉണ്ടാകുക. ഇതിലൂടെയും ശരീരത്തിൽ നന്നായിട്ട് വെയിറ്റ് കൂടുന്നത് പോലെ ശരീരത്തിലും എപ്പോഴും നന്നായിട്ട് ഒരു ക്ഷീണം, സ്കിൻ നന്നായിട്ട് ഡ്രൈ ആകുക, എപ്പോഴും ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അടുത്തതാണ് ഡയബറ്റിക് കണ്ടീഷൻ. ഈ ഡയബറ്റിക് കണ്ടീഷനുള്ളത് രക്തത്തിൽ ഷുഗറിന്റെ അളവ് നന്നായിട്ട് കൂടുതലായിരിക്കും. പക്ഷെ നമ്മുടെ കോശങ്ങൾക്ക് അതിന് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ശരീരത്തിൽ ഫ്യൂൽ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് അത് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ശരീരത്തിൽ ക്ഷീണം കണ്ടുവരുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തൊരു ഫാക്ടറാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കാണുക.
വൈറ്റമിൻ B12, വൈറ്റമിൻ D, ഫോളേറ്റ്, മെഗ്നീഷ്യം ഇത്തരത്തിൽ പറയുന്ന പലതരം വൈറ്റമിൻസ് ശരീരത്തിൽ കുറഞ്ഞാലും ക്ഷീണം കോമൺ ആയിട്ട് കണ്ടുവരും. പക്ഷെ എല്ലാവർക്കും ഇതിന് വേണ്ടിയിട്ട് സപ്ലിമെന്റ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ചെക്കപ്പ് ഒക്കെ ചെയ്ത് കുറഞ്ഞു വരികയാണെങ്കിൽ മാത്രം ഇതിനുള്ള സപ്ലിമെന്റ്സ് ഡോക്ടറുടെ അണ്ടറിൽ നിങ്ങൾ എടുക്കാനായിട്ടും കൂടി നോക്കുക. അടുത്തതൊരു ഫാക്ടറാണ് ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ. ശരീരത്തിൽ നീർക്കെട്ട് നന്നായിട്ട് കണ്ടുവരിക. ആയുർവേദപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലത്തെ അഗ്നി നന്നായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ കഴിച്ചാലും അത് ശരിയായിട്ട് ദഹിക്കില്ല. ഇത്തരത്തിൽ ദഹിക്കാതെ വരുമ്പോൾ എന്താ ഉണ്ടാകുക, അതൊരു വേസ്റ്റ് ആയിട്ട് മാറും. ഈ ഒരു വേസ്റ്റ് ശരീരത്തിന് കൂടുതലായിട്ട് നമ്മുടെ സ്രോതസ്സിനെ അത് ബ്ലോക്ക് ചെയ്യും. സ്രോതസ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാതെ വരും. പല അവയവങ്ങളും മന്ദഗതിയിലാകാനുള്ള ചാൻസസും ഉണ്ട്. മോഡേൺ ടേമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് നമ്മളിതിനെ പറഞ്ഞു വരും കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് ആമവാദം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. തടി നന്നായിട്ട് കൂടുതലുണ്ട്, ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് ഫേസ് ചെയ്യുന്നവരാണ്. പലതരം വൈറൽ ഇൻഫെക്ഷൻസ് പോലെ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ളവരിലും ഇത്തരത്തിലുള്ള ക്ഷീണം കോമൺ ആയിട്ട് കണ്ടുവരും. നമ്മുടെ അവസാനത്തെ ഒരു ഫാക്ടറാണ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്തിൽ സ്ട്രെസ്, നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ നന്നായിട്ട് സ്ട്രെസ് കൂടുതലാണെങ്കിൽ നമ്മുടെ കോർട്ടിസോളിന്റെ അളവുണ്ടല്ലോ അത് നന്നായിട്ട് കൂടാനായിട്ട് തുടങ്ങും. ഒരു 1-2 ദിവസമൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു സ്ട്രെസ് മാസങ്ങളോളം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ നമുക്കൊരു എക്സോസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഡിപ്രഷൻ. ഇതൊരു സങ്കടം മാത്രമല്ല കേട്ടോ. ഡിപ്രഷൻ വരുന്ന സമയത്ത് എന്തല്ല, നമുക്ക് ഒന്നിനോടൊരു താല്പര്യം തോന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്കൊരു എനർജി കിട്ടാത്തതുപോലെ, ആൾക്കാരോട് ഒന്നും സംസാരിക്കാൻ തോന്നില്ല. നമുക്ക് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു മടുപ്പ് പോലെയൊക്കെ തോന്നുക. ഇതും ഒരു പ്രധാന ലക്ഷണം തന്നെയാണ് നമ്മുടെ ക്ഷീണത്തിന്. നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ വേറെ 2 ഫാക്ടർ കൂടി നോക്കുകയാണെങ്കിൽ ആൻസൈറ്റി. ആൻസൈറ്റിയിൽ എന്താ, നമ്മുടെ ബ്രെയിൻ ഒരു ഡേഞ്ചർ മോഡിലായിട്ടാണ് നിൽക്കുക അല്ലെ. നമ്മുടെ മസിൽസ് ഒക്കെ ഫുൾ ഒരു ടെൻഷൻ ആയതുപോലെ, നല്ലൊരു സ്ട്രെസ് ആയിട്ടുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഹാർട്ട് റേറ്റ് നന്നായിട്ട് കൂടാനായിട്ട് തുടങ്ങും. നമ്മുടെ ബ്രീത്തിങ്ങിന്റെ പാറ്റേൺ വരെ നമുക്ക് മാറും. അതും നമ്മുടെ ശരീരത്തിൽ ഫുൾ ആയിട്ട് ഒരു ക്ഷീണം കൊണ്ടുവരാനും ചാൻസസ് ഉണ്ട്. മറ്റൊരു ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ജോലിയിൽ എന്തെങ്കിലും കുറെ സ്ട്രെസ് പോലെ നമുക്ക് തോന്നുകയാണ്, ഓവർലോഡ് പോലെ തോന്നുന്നുണ്ട്. അതുപോലെ നിരന്തരമായിട്ട് റെസ്റ്റ് ഇല്ലാത്ത നമുക്കൊരു ജീവിതം അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലാത്ത ഒരു ജോലി, ഇതിൽ നമ്മുടെ തലച്ചോറും ക്ഷീണാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇവ നമ്മുടെ ശരീരവും ഒരുപോലെ ക്ഷീണാവാനുള്ള വളരെയധികം ചാൻസസും കൂടിയുണ്ട്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയൂ. നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു ക്ഷീണം ഒരാഴ്ച 2 ആഴ്ചനേക്കാൾ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവഗണിക്കാതിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം. ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഉറങ്ങാനായിട്ട് നോക്കുക. സ്ട്രെസ് ഉള്ളവരാണെങ്കിൽ സ്ട്രെസ് ഒക്കെ നന്നായിട്ട് മാനേജ് ചെയ്യുക. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഒക്കെ നിങ്ങൾ വെക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഭക്ഷണം നല്ല രീതിയിൽ ആക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ എല്ലാം ചെയ്തിട്ടും ഈ ഒരു ക്ഷീണം നിങ്ങളുടെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് കൂടി നിങ്ങൾ നോക്കണം. നിങ്ങളുടെ അയൺ പ്രൊഫൈല്, വൈറ്റമിൻ B12, CBC, അതുപോലെ തന്നെ വൈറ്റമിൻ D, വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും അതുപോലെ തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്യാവുന്നതും കൂടിയാണ് പ്രിക്കോഷന് വേണ്ടിയിട്ട്. തൈറോയിഡ് പോലെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലും, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ട്, വൈറ്റമിൻസ് ഒക്കെ കുറവാണെങ്കിൽ ഡോക്ടറുടെ അണ്ടറിൽ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അതുപോലെ നിങ്ങൾ ചെയ്യാനായിട്ട് കൂടി നിങ്ങൾ നോക്കുക. നമ്മൾ കാരണങ്ങളൊന്നും അറിയാതെ വൈറ്റമിൻസും ടാബ്ലറ്റ്സും മാത്രം കഴിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നം മാറണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് ക്ഷീണം എന്ന് പറയുന്നത് വൈറ്റമിൻസിന്റെ പ്രായം കൂടുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ശരീരം കുറച്ച് സിഗ്നൽസ് തരുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക, പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.